അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാമ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യ ബന്ധങ്ങൾ അതിൻ്റെ വിലയും ഇസ്ലാം അതിന് കൽപ്പിക്കുന്ന സ്ഥാനങ്ങളും പണാധിപത്യ സമൂഹത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളെയും ഒക്കെ കുറിച്ചാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. ഒരു സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നതും ഒരു സമൂഹത്തിൻ്റെ ജീവിതഗതി എന്ത് എന്നും പരിശോധിക്കാൻ ആ സമൂഹത്തിൻ്റെ സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ മതി എന്നാണ് സാധാരണ പറയാറുള്ളത്. അവരുടെ സാംസ്കാരിക നിലവാരവും സാമൂഹിക ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുമൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ നടക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്നുള്ള നിലക്ക് അത് പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ഈ മാസം പുറത്തിറങ്ങിയ നിലവാരമുള്ള ഒരു മാസികയിലെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, റിട്ടയർഡായി സർവീസിൽ നിന്ന് പിരിഞ്ഞ് കിട്ടിയ ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ രോഗവുമായി ഒരു കസേരയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഭർത്താവിനോട് ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മക്കളോടും കുടുംബത്തോടും സ്നേഹമില്ലേ? സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? അയൽവശത്തെ ഗ്രഹനാഥനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭാര്യ ഈ വീട്ടിൽ സ്വസ്ഥ ജീവിതം നയിക്കുന്ന ഭർത്താവിനോട് പറയുന്നത്. അദ്ദേഹം സർവീസിൽ നിന്ന് പിരിയുന്നതിൻ്റെ 2 മാസം മുമ്പേ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് മകൾക്ക് സർവീസിൽ കയറാനായി. നിങ്ങളിപ്പോൾ ഈ പ്രഷറും ഷുഗറും ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ എന്താ കാര്യം? മക്കളോടും കുടുംബത്തോടും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ചെയ്തുകൂടായിരുന്നോ? ഇനിയിപ്പോൾ ജീവിച്ചിട്ട് എന്താ? ഏതായാലും ഇത്ര കാലമൊക്കെ ജീവിച്ചില്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മാസത്തിലെ ഒരു നിലവാരമുള്ള മാരികയിൽ. അപ്പോൾ അദ്ദേഹം ഈ കുത്തുവാക്കുതൊക്കെ കേട്ടിട്ട് അവസാനം അറ്റാക്കായി മരിക്കുകയാണ്. മരിച്ചപ്പോൾ നിലവിളിച്ചുകൊണ്ട് ഭാര്യ പറയുന്നുണ്ട്, ഏതായാലും മരിച്ചു, അത് 2 മാസം മുമ്പാണെങ്കിൽ കുടുംബം കഴിച്ചിലാകുമായിരുന്നു എന്ന്. ഏതായാലും മരിക്കാനുള്ള എപ്പോഴായാലും മരിക്കും. കാരണം PSC എഴുതിയിട്ടൊന്നും ഇനിയിപ്പോൾ മക്കൾ കയറാൻ മാത്രം ബുദ്ധിയൊന്നും മക്കൾക്ക് ഇല്ല. എന്നാൽ പിന്നെ ഈ മരിച്ചു പോയാൽ ഏതായാലും നിയമിക്കൽ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു ഭാര്യയുടെ ചിത്രവും കൂടി ആ കഥയിലുണ്ട്. ഇത് മാത്രം മതി സമൂഹം ഇന്ന് ബന്ധങ്ങൾക്ക് നൽകുന്ന വില എന്താണ് എന്ന് മനസ്സിലാവാൻ. പണമാണ് മനുഷ്യ ബന്ധത്തിന് ഇന്ന് നിദാനമാകുന്നത്. ഇന്ന് ലോകത്ത് ഒരുപാട് നല്ല ഡോക്ടർമാരുണ്ട്, ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെയുണ്ട്. പക്ഷെ നല്ല പൗരൻ ആര് എന്ന് രൂപപ്പെടുത്തുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നത്. പണം നേടിയെടുക്കുന്നിടത്ത് ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കൊന്നും വില കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തടി കുറക്കാൻ വേണ്ടിയിട്ടൊരു പെണ്ണ് ഭർത്താവിനോട് പറയാതെ തടി കുറക്കാനുള്ള ഗുളിക കഴിച്ചു തുടങ്ങി. അവസാനം അത് സൈഡ് ഇഫക്റ്റ് ആയിട്ട് പെണ്ണിന് വേണ്ടത്ര ശോധന കിട്ടിയില്ല. 2-3 ദിവസത്തെ ശോധന സ്തംഭിച്ചു കഴിഞ്ഞപ്പോൾ
ഭർത്താവിനോട് പറഞ്ഞു, വേണ്ടത്ര ശോധന കിട്ടുന്നില്ലല്ലോ, ഡോക്ടറെ കാണേണ്ടി വരും. അങ്ങനെ അടുത്തുള്ള ഹൈടെക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, അത് ചിലപ്പോൾ കുടൽ ചുരുങ്ങി വന്നതാവാം, ഗൈനക്കുമായിട്ടുള്ള പ്രശ്നം, അതുകൊണ്ട് പ്രശ്നം ഗൈനക്കിന് റെഫർ ചെയ്തു. ഗൈനക്ക് വന്ന് കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, മാത്രമല്ല സാർ, ഈ ഊരവേദനയുണ്ട് ഇപ്പോഴും. അപ്പോൾ ഓർത്തോക്ക് റെഫർ ചെയ്തു കക്ഷി. ഓർത്തോ ഡോക്ടർ വന്നിട്ട് കാല് രണ്ടും പൊക്കാൻ പറഞ്ഞു പോലും. അപ്പോൾ മാക്സി മാത്രം ഇട്ടുകൊണ്ട് കാല് വിചാരിച്ചത്ര പൊക്കാൻ കഴിയാത്തപ്പോൾ ഓർത്തോന് ഡോക്ടർക്ക് ഉറപ്പായി ഇത് പ്രശ്നം സങ്കീർണമാണ് എന്ന്. അവസാനം പ്രശ്നം എന്താ വെച്ചാൽ 2 പീൽസ് ചെറിയ ഗുളിക കഴിച്ചതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അക്കാഡമിക് നിലവാരത്തെക്കാൾ ഉപരി മിഷണറീസിൻ്റെ ഉപയോഗം കൊണ്ട് നാട്ടിലുണ്ടാകുന്ന പണം കൊള്ളയെക്കുറിച്ച് വളരെ വ്യവസ്ഥമായൊരു ചിത്രം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ചിത്രമാണ്. നാം ജീവിക്കുന്ന സമകാലിക സമൂഹത്തിൻ്റെ രൂപപ്പെടുത്തലാണത്. പണമാണ് മനുഷ്യബന്ധങ്ങളുടെ എല്ലാറ്റിൻ്റെയും ആകത്തുക രൂപപ്പെടുത്തി വരുന്നത്. ഈ രൂപപ്പെടുത്തി വരുന്നിടത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25 ഉപ്പാപ്പമാരുടെ പേര് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവരുടെ വാപ്പ, അവരുടെ വാപ്പ, അവരുടെ വാപ്പ എന്ന് എണ്ണിയിട്ട് മുദറും കിലാബും അങ്ങനെ ഒരുപാട് ആളെ പേരെണ്ണി പഠിച്ചിട്ടുണ്ട്. ഈ എണ്ണിപ്പടിച്ചവൻ ഓൻ്റെ എത്ര വാപ്പാൻ്റെ പേരറിയും? ഓൻ്റെ വാപ്പയുടെ പേരറിയും, വാപ്പയുടെ വാപ്പയുടെ പേരും അറിയും. അതിൻ്റെ അപ്പുറത്തുള്ള വാപ്പയുടെ പേരറിയുന്ന എത്ര ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? നബിയുടെ 25 ഉപ്പാപ്പമാരുടെ പേരോ ചൊല്ലിപ്പടിച്ചിട്ടുണ്ട്. അവൻ്റെ വാപ്പ ഇന്ന ആളാണ്, വാപ്പയുടെ വാപ്പ ഇന്ന ആളുമാണ്. അതിൻ്റെ അപ്പുറത്തെ വാപ്പ ആരായിരുന്നു? അറബികൾക്ക് ഇന്നും അത് പുതുമയുള്ളതല്ല. അവരൊക്കെ രേഖയിൽ അവരുടെ കുടുംബ പശ്ചാത്തലം എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും വലിയ ഒരു ദ്രവിച്ച കിതാബുകൾ അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലത്തിലുണ്ട്. അതിങ്ങനെ കണ്ണികൾ അതിൽ എഴുതി ചേർത്ത് അവർ പോകാറുമുണ്ട്. അപ്പം ഇവിടെ ഇതറിയാതെ പോകുന്നത് ഒരു കുറ്റമായതുകൊണ്ടല്ല, ഇതറിഞ്ഞതുകൊണ്ട് വലിയ നേട്ടമുണ്ട് എന്ന് പറയാനുമല്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് എൻ്റെ ഒരു അകന്ന കുടുംബമാണ്, ഇന്ന ആളാണെന്ന് പറയുന്നല്ല. ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നത് മനുഷ്യനിപ്പോൾ തിരക്കാണ്. പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ അയൽവശത്ത് പോയി സൊറ പറഞ്ഞിരിക്കാനും ബന്ധുവീടുകളിലൊക്കെ പോയി വിരുന്ന് പാർക്കാനും ഒക്കെ സമയമുണ്ടായിരുന്നു ആളുകൾക്ക്. പല ബന്ധുവീടുകളിലൊക്കെ വിരുന്ന് പോകാനുണ്ടായിരുന്നൊരു കാരണം ദാരിദ്ര്യം തന്നെയായിരുന്നു. ഇല്ലാത്ത അവരാണെങ്കിലും ബന്ധുക്കളൊക്കെ വന്ന അന്നൊരു കൊശിയായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമാണ് എന്നുള്ള നിലക്കായിരുന്നു അന്ന് ആ വിരുന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വീട്ടിൽ തന്നെ അത്യാവശ്യം ചുറ്റുപാടുകളൊക്കെ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് പോകൽ നമ്മുടെ സൗകര്യത്തിനെതിരായി തീരുകയാണ്. ആലോചിച്ചോക്കെ, ഒരു 10-20 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ ഒരു കല്യാണമൊക്കെ നിശ്ചയിച്ചാൽ പിന്നെ എന്നാ നിശ്ചയിച്ചതെന്ന് ആളുകൾ ചോദിച്ചത് സജീവമായി വിജയിപ്പിക്കുകയെന്നല്ലോ. പിന്നെ പറയുന്നു വേണ്ട, നിശ്ചയിച്ചതൊക്കെ ആളുകൾ നിശ്ചയിച്ചത് കുറച്ച് കാരണവന്മാരൊക്കെ പോയാൽ തീരുമാനിച്ചതാണെങ്കിലും അയൽവാസികളൊക്കെ വന്ന് ഈ കഴുങ്ങ് മുറിച്ച് ചീന്തി പന്തലിടാനും അയൽവശത്തെ പെണ്ണുങ്ങളൊക്കെ ഓല മുടഞ്ഞിട്ട് അതിൻ്റെ മേൽക്കൂരയാക്കാനൊക്കെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു. അത് നാടിൻ്റെ ഒരു ഉത്സവമായി ആ കല്യാണം മാറ്റിയെടുക്കലാണ്. ഇന്നിപ്പോൾ ഒരു കല്യാണം തീരുമാനിച്ചാൽ കാണുമ്പോൾ പറയണം, ഫോൺ ചെയ്ത് പറയണം, കത്ത് കൊടുക്കണം. കാരണം എന്താ, അവൻ്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ ഒരു ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്ന് ആഗ്രഹമില്ല. ദാരിദ്ര്യം തന്നെയാണ് ബന്ധങ്ങൾ കുറഞ്ഞു പോവാനുണ്ടായ ഒരു കാരണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, സുർ ഗൈബൻ തസ്ദദ് ഹുബ്ബൻ, നീ ഇടയ്ക്കിടയ്ക്ക് കുടുംബ ബന്ധങ്ങൾ സന്ദർശിക്കണം, എങ്കിൽ സ്നേഹം വർദ്ധിക്കുമെന്ന്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബന്ധങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ കല്യാണങ്ങൾ ചെറുതാക്കാൻ കഴിയാത്തൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ ബന്ധുക്കളെ ഒക്കെപ്പാടെ വിളിക്കുന്നത് ഒന്ന് കല്യാണത്തിനാണ്. ആ എല്ലാ ബന്ധുക്കളെയും ഒന്ന് വിളിച്ച് അപ്പം മാന്യമായൊരു ഭക്ഷണം കൊടുക്കണം, അത് അത്യാവശ്യം വലുതായി തീരും. പിന്നെ എല്ലാവരും കൂടുന്ന അയാൾ മരിച്ചിട്ടാ. പിന്നെ ഇപ്പം മരിച്ചിട്ട് വന്നിട്ട് ആളുകൾക്ക് കാണൂല്ലല്ലോ, ഇവനായാലും കാണുന്നില്ല. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മളൊരു ബന്ധു വീട്ടിൽ വെറുതെ ചെന്നാൽ ചോദിക്കുമല്ലോ, എന്തേപ്പോൾ വിശേഷിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച്
ഈ നേരത്ത് ഇങ്ങനെ തട്ടി നോക്കും. എന്തുകൊണ്ട്? വെറുതെ ഇപ്പൊ ഒരാൾ അങ്ങനെ വരുമോ? ഇല്ല, ഞാൻ വെറുതെ കുടുംബബന്ധം സന്ദർശിക്കാൻ വേണ്ടി വന്നതാന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ഇപ്പൊ ഒരാൾ ഉണ്ടാവുമോ എന്നുള്ളിടത്താണ് ആളുകളുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കോളും എന്നുള്ളതാണ്. കാര്യമില്ലെങ്കിൽ വരില്ല. അപ്പൊ ചോദിക്കും എന്തെങ്കിലും വിശേഷിച്ച്. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് സാധാരണ സഹാബത്തിനൊക്കെ ചരിത്രം പറയും, അവരിങ്ങനെ അതിഥികൾ അങ്ങനെ സൽക്കരിച്ചിരുന്നു ഒക്കെ പറയും. നമ്മളിപ്പോ രാവിലെ ഒരാൾ വീട്ടിൽ വന്നാൽ ചോദിക്കല, അല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല പരിപാടിയും ഉച്ചക്ക് ഉണ്ടോ? അല്ല, ഇല്ലെങ്കിൽ പോയി ആ ചണ്ടിക്കോയി വാങ്ങിയാൽ മതിയല്ലോ. ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴേ പോയി വാങ്ങി ബുദ്ധിമുട്ടേണ്ട, ഇയാൾക്ക് വേറെ പരിപാടി ഉണ്ടോ ഇല്ലെന്ന് തട്ടി നോക്കുക നമ്മളിങ്ങനെ. അല്ല, ഇത് തന്നെയാണോ വേറെ പരിപാടികൾ? കാരണം മനുഷ്യന് പതിനൊന്നും ഒഴിവില്ല. നിങ്ങളാ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ സഹോദരിമാരൊക്കെ ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് അയൽവശത്തെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കോമ്പല കോർത്തിരുന്ന് തലയിൽ നോക്കലൊക്കെ ഉണ്ടായിരുന്നു. കമ്പാർട്ട്മെന്റ് ഒരു പെണ്ണ് മറ്റേ പെണ്ണ് അങ്ങനെ 4-5 പെണ്ണുകൾ വരിവരിക്കിരുന്ന് ഇങ്ങനെ നോക്കുന്നൊരു ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഇല്ലാത്തത് കൊണ്ടല്ല, ഒഴിവ് കിട്ടുന്നില്ല. അതിനൊന്നും ഇപ്പൊ ആളുകൾക്ക് ഒഴിവില്ലെങ്കിൽ ആ നാട്ടുവർത്താനം അന്നുള്ള ടെൽ ദി വിമൺ എന്ന് പറഞ്ഞ് അങ്ങനെ വിവരങ്ങളൊക്കെ കൈമാറലൊക്കെ ആ ഇരുത്തത്തിൽ അങ്ങനെയാണ്. ആഗോള ചർച്ചകളും നാട്ടിലുണ്ടായ പ്രശ്നങ്ങളും ചാടിപ്പോക്കും ഒക്കെ ചർച്ചകൾ വരലൊക്കെ അവിടെ വെച്ചാണ്. അത്തരം ഒന്നിനും ഇപ്പൊ ആളുകൾക്ക് സമയമില്ല. എന്തേ സമയം നഷ്ടപ്പെട്ടത്? ഓരോ വീടുകളിലും ഇലക്ട്രോണിക്സ് യുഗമാണ്. എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട്. പക്ഷേ ആളുകളൊക്കെ പറയുന്നു സമയമില്ല. ഇവിടെ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങളെക്കുറിച്ച് ചില ആലോചനകൾ നമ്മൾ നടത്തേണ്ടത്. ആ ആലോചനകളിൽ സംഭവിക്കുന്നത് എന്താ നിങ്ങൾ? നമ്മൾ ഒരു കുട്ടിക്ക് പകർന്നു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന കുറെ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെക്കാൾ ഉപരി നമ്മളുടെ മുമ്പിലുള്ളത് എൻ്റെ മകൻ ഇന്ന ആളാവണം, ഇന്ന ആളാക്കിയെടുക്കണം. അത് നമ്മുടെ ഒരു രംഗമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് എൻ്റെ റേഞ്ചിലുള്ള ആളുകളൊക്കെ SSLC പഠിച്ച കാലത്ത് പാസ്സായോ തോറ്റോ എന്നേ ആളുകൾക്ക് അറിയേണ്ടതുള്ളൂ. ആ പാസ്സായി. ഇന്ന് SSLC റേഞ്ചിലുള്ള ആൾ പാസ്സായോ എന്ന് ആരും ചോദിക്കാറില്ല. A+ എത്ര ഉണ്ട് എന്നാ ചോദിക്കുക. എത്ര A+ ഉണ്ട്? ഫുള്ള് A+. എങ്കിൽ എൻ്റെ കുട്ടി തിരക്കേടില്ല. അപ്പൊ അവിടെയാണ് ഇന്ന് മത്സരം, പഠന രംഗത്തുള്ളൊരു മത്സരം. അപ്പോൾ ഇന്ന കുട്ടിയെ ഇന്നതാക്കിയെടുക്കുക, അതിൽ നമ്മളൊക്കെ ഒന്നാമതായി മത്സരിക്കാറുണ്ട്. കുട്ടിയുടെ കണക്ക് എടുക്കുന്ന ടീച്ചർ കണക്ക് രംഗത്ത് മോശമാണെങ്കിൽ കണക്കിന് ട്യൂഷൻ കൊടുക്കും. ഇംഗ്ലീഷ് എടുക്കുന്ന മാസ്റ്ററുടെ ഇംഗ്ലീഷ് അത്ര വലിയ ഗുണം ചെയ്യുന്നില്ല, എഫക്റ്റീവ് ടീച്ചിങ് ആവുന്നില്ലെങ്കിൽ അതിന് വേണ്ടുന്ന ട്യൂഷൻ കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ എൻ്റെ കുട്ടി ഇതൊക്കെ ആണെങ്കിൽ പോലും മാന്യമായ ഒരു സമൂഹത്തിന്റെ തിരിച്ചറിവുള്ള മകനാവണം എന്നതിന് വേണ്ടി എന്താണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക? ഞാൻ സൂചിപ്പിക്കുന്നത് ബന്ധങ്ങൾ സുരക്ഷിതമാവാതെ പോകുന്നത് നമ്മുടെ ശിക്ഷണത്തിന്റെ പ്രശ്നമാണെന്ന് സൂചിപ്പിക്കാനാണ്. എന്താണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നൊരു സംഗതി? മദ്രസ പഠനം കേരളത്തിൽ കുറ്റമറ്റ രൂപത്തിലാണോ എന്നുള്ളത്. കുറ്റമറ്റ ഒരു മദ്രസ പഠനം ഒരു കുട്ടിക്ക് കിട്ടേണ്ടുന്ന വിവരവും വെളിച്ചവും ഒക്കെ മദ്രസയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ആലോചിക്കേണ്ടത് നമ്മൾ അങ്ങനെയാണ്. പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നമ്മുടെ മതബോധം രൂപപ്പെട്ടിരുന്നത് പാതിരാ വയലുകൊണ്ടായിരുന്നു. കൊയ്തൊഴിഞ്ഞ വയലിൽ 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന വയല് പരമ്പരകൾ. ആ വയല് പരമ്പരകളിൽ വിഷയം ഒന്നുണ്ടെങ്കിലും പലതും പറഞ്ഞ് അങ്ങനെ ഒക്കെപ്പാടെ കേൾക്കുമ്പോൾ ഒരു ഹൗഫും വക്കാറും ആളുകൾക്കുണ്ടാവും. കുറ്റമറ്റ മതപഠനമൊന്നും നടക്കുന്നില്ലെങ്കിലും മനസ്സിലൊരു പരലോകത്തെക്കുറിച്ചൊരു ചിത്രം രൂപപ്പെടുത്തിയെടുക്കാൻ മാത്രം ആ വയലുകൾ പര്യാപ്തമായിരുന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്തരം വയലുകളൊന്നും ഇല്ലല്ലോ നാട്ടിൽ. അത്തരം വയലുകൾക്കൊന്നും പ്രസക്തിയില്ല, ആളുകളുമില്ല, അതൊന്നും സംഘടിപ്പിക്കാനും കഴിയുന്നില്ല. ആ അവസ്ഥയിലാണ് അതുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ മതസത്വം രൂപപ്പെടുത്താൻ കഴിയുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ പള്ളികളിൽ നടക്കുന്ന ഹുത്തുബകളാണ്. ആഴ്ചകളിൽ നടക്കുന്ന ഹുത്തുബകളാണ് മതസത്വം രൂപപ്പെടുത്താൻ, മത ഐഡന്റിറ്റി തിരിച്ചു പിടിക്കാനുള്ള ഒരു വഴി. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓടിക്കതച്ച് തിരക്കിനിടയിൽ ആളുകൾ പള്ളിയിൽ വന്നു എന്നല്ലാതെ ഒരു സമൂഹത്തിന്റെ രൂപകൽപ്പനക്ക് മാറ്റം വരുത്തുന്ന സത്യത്തിൽ സ്ത്രീകളാണല്ലോ. ഒരു സ്ത്രീ നന്നാവുമ്പോൾ ഒരു കുടുംബം നന്നായി എന്നാണല്ലോ നമ്മൾ പറയാം. നമ്മുടെയൊക്കെ പള്ളികളിൽ റമദാൻ അല്ലാത്ത കാലത്ത് എത്ര സ്ത്രീ സാന്നിധ്യം ഉണ്ടാകും നമ്മുടെ പള്ളികളിൽ? ഉള്ള സ്ത്രീകളിൽ തന്നെ സമൂഹത്തിന്റെ ചാലകശക്തിയായി മാറുന്ന എത്ര ആളുകൾ ഉണ്ടാവും? ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പൊ ഒരു നാട്ടിലെ കുറെ വയസ്സായ മനുഷ്യന്മാർ താടിയൊക്കെ നരച്ച്
ജീവിതത്തിലെ ഏതാണ്ട് ഒരു അസ്തമിക്കുന്ന ആ അവസ്ഥയിലെത്തുമ്പോൾ അത്തരം മനുഷ്യന്മാർ നിസ്കാരവും നോമ്പും ഒക്കെ ആയി നല്ല ഇബാദത്തും ചെയ്ത് ജീവിച്ചാൽ നാട്ടിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അവർ നന്നായി ജീവിക്കുന്നു എന്നല്ലാതെ അവർ നന്നായതുകൊണ്ട് നാട്ടിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനി അവർ വളരെ മോശം നിൽക്കുക, ഒരു നാട്ടിൽ കുറേ കാരണവന്മാർ വളരെ മോശമായിട്ട് ജീവിക്കുന്നു എങ്കിലും നാട്ടിൽ അതുകൊണ്ട് വലിയൊരു ഷർറൊന്നും ഉണ്ടാവില്ല. അവരവരുടെ ജീവിതത്തിൽ ഒതുങ്ങി ഷർറായി ജീവിക്കുന്നു എന്നല്ലാതെ സമൂഹത്തിൽ വലിയൊരു എഫക്റ്റ് ഒന്നും അതുകൊണ്ട് ഉണ്ടാവില്ല. അവരുടെ ഹൈറും ഷെറും ആവുന്നുള്ളതേ ഉള്ളൂ. അതേസമയം സമൂഹത്തിന് നേതൃത്വം കൊടുക്കും, ദിശാബോധം കൊടുക്കേണ്ടുന്ന ആളുകൾ, എത്ര ആളുകൾ ആ ഖുതുബയിൽ ശവിക്കുന്നവരുണ്ടാകും ആലോചിച്ചു നിങ്ങള്. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു ഒഴുക്കാണ് നമ്മുടെ സമൂഹം. ആ ഒഴുക്കിൽ കുട്ടിക്ക് നൽകേണ്ടുന്ന മൂല്യം എന്താണോ, ഞാൻ അങ്ങനെ സൂചിപ്പിക്കാൻ കാരണം ഖലീഫ മൻസൂർ അധികാരമേറ്റതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ അധികാരമേറ്റെടുത്തതിൻ്റെ ഒരു നന്ദി സൂചകമായി കുറേ ജയിലിലെ കുറ്റവാളികളെ അദ്ദേഹം സ്വതന്ത്രമാക്കി വിട്ടു. സാധാരണ നാഷണൽ ഡേക്കൊക്കെ ഓരോ രാജ്യത്തിൻ്റെ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പുതിയ അധികാരം ഏറ്റെടുക്കുമ്പോൾ കുറേ കുറ്റവാളികളെ തുറന്നു വിടുക, രാഷ്ട്രീയ കുറ്റവാളികളൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ ഖലീഫ മൻസൂർ അധികാരം ഏറ്റെടുത്ത് ആളുകളെ വിട്ടുകഴിച്ചപ്പോൾ അവരോട് ചോദിച്ചു, അല്ല നിങ്ങളിപ്പോൾ ഈ ജയിലിൽ കടന്ന് പോകുന്നല്ലോ, നിങ്ങൾക്ക് ഈ നഷ്ടമായി തോന്നുന്നത് എന്താണ് എന്ന്. 4-5 കൊല്ലം ജയിലിൽ കടന്ന് തിരിച്ചു പോകുമ്പോൾ ദാമ്പത്യ ജീവിതത്തിന്റെ വിരഹ ദുഃഖമാണോ നിങ്ങളെ വേട്ടയാടുന്നത്? സാമ്പത്തിക രംഗത്ത് ഉദ്ദേശിച്ച പലതും നടക്കാൻ കഴിയാതെ പോയതാണോ പ്രശ്നമാകുന്നത്? എന്താണ് നിങ്ങൾക്ക് നഷ്ടമായി തോന്നുന്നത്? ജീവിതം ഇത്ര കൊല്ലം ഈ ജയിലിൽ ഹോമിച്ചു പോയല്ലോ എന്നുള്ളതിൽ നഷ്ടം തോന്നുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി മിൻ തർബിയത്തി അബ്നാഇന എന്നാണ്. ഞങ്ങളെ മക്കളെ വേണ്ട രൂപത്തിൽ തെർബിയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം എന്നാണ്. 4-5 കൊല്ലം ജീവിച്ചിട്ട് ഈ ജയിലിൽ കടന്നപ്പോൾ ഞങ്ങളെ മക്കളെ ഏത് രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരണമെന്നും അവരെ എങ്ങനെ ദിശ നിർണയിക്കണമെന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ അവർക്ക് തോന്നിയ പോലെ വളരലായല്ലോ ഉണ്ടായത്. അതാണ് ഏറ്റവും വലിയൊരു നഷ്ടമായി ഞങ്ങൾക്ക് തോന്നിയത് എന്ന് അവർ മറുപടി പറയുന്നത് ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ആ തെർബിയത്തിൻ്റെ അഭാവം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ വയസ്സ് ചെന്ന ആളുകൾ വീട്ടിൽ ഒറ്റപ്പെടലിൻ്റെ തുരുത്തിലാണ്. മക്കളൊക്കെ ബിസിയാണ്, ആർക്കും ഒഴിവില്ല. പിന്നെ അവന് ചെയ്യാൻ കഴിയുന്ന എന്താണ്? എന്നെ പഠിപ്പിക്കാൻ വാപ്പ ഒരുപാട് കാശ് ചെലവാക്കിയിട്ടുണ്ട്. ട്യൂഷനായിട്ടും ഹോസ്റ്റൽ ഫീ ആയിട്ടും യൂണിഫോം ആയിട്ടും അതുപോലെ ടീച്ചിങ് ഈ എയ്ഡ് ആയിട്ടും അതുപോലെ ഒരുപാട് പണം എൻ്റെ വാപ്പ എന്നെ ഈ വൈറ്റ് കോളർ ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻ്റെ വാപ്പ സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു ജോലി കയറുമ്പോഴേക്ക് വാപ്പ രോഗിയായി മാറി. ഇനിയിപ്പോൾ വാപ്പയ്ക്ക് വേണ്ടത് എന്താ? ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിലെ ചികിത്സ വേണം. അതുകൊണ്ട് വാപ്പയെ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്ത് വാപ്പയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്താൽ എൻ്റെ ഡ്യൂട്ടിയും തീർന്നു. ഇതാണ് ഇന്ന് സമൂഹം കാണുന്ന ബന്ധങ്ങളുടെ രൂപം. അതാണ് കാരണം എന്നെ ഞാനാക്കി വളർത്തിയെടുക്കുന്നതിന് വാപ്പയുടെ പങ്ക്. അന്ന് വാപ്പ നല്ല വരുമാനമുള്ള മെമ്പറായിരുന്നു, വാപ്പയ്ക്ക് കച്ചവടവും ഏർപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. വാപ്പ നിർലോഭം പണം എനിക്ക് വേണ്ടി ചെലവഴിച്ചു. ഇന്ന് വാപ്പ രോഗിയാണ്, വരുമാനമില്ല, വാപ്പയ്ക്ക് വേണ്ടി പണം അങ്ങോട്ട് ചെലവഴിക്കണം. ഇപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ അനുമതിയോടുകൂടി എനിക്ക് പണമുണ്ട്, ഞാൻ അങ്ങോട്ടും കൊടുക്കുന്നു. അത് ഹോസ്പിറ്റൽ ബില്ല് പ്രശ്നമല്ല, തിരക്കേടില്ലാത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുക, അല്ല പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ, അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ചെന്നുള്ള ആ സാന്ത്വനത്തിൻ്റെയും സ്പർശനത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും ഒരു സൗരഭ്യം ഉണ്ടല്ലോ, അതിന് കഴിയുന്നില്ല. വാപ്പയും പറയും, ഓനെ പറഞ്ഞിട്ടെന്താ, ഓനാകെ ഒരു വീക്കെൻഡ് സൺഡേ അതിന് എന്തൊക്കെ ചെയ്യണോ, ഓൻ എന്തൊക്കെ ചെയ്യണം, ഒരു ഞായറാഴ്ച എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് വാപ്പ ഒഴിയാണ്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒറ്റപ്പെടലുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒറ്റപ്പെടലുകളാണ് ഈ പ്രശ്നം. ഇനി അത് മാത്രമല്ല, ഗൾഫിൻ്റെയൊക്കെ നമ്മുടെ നാട് പിടിച്ചു നിന്നത്, മുസ്ലിം കേരളത്തിൻ്റെ ഭൂപടത്തിൽ പിടിച്ചു നിന്നത് ഉയർന്ന ജോലി കൊണ്ടും ഉയർന്ന വരുമാനം കൊണ്ടും ഒന്നല്ല, ഗൾഫാണ്. ഗൾഫ് കൊണ്ടുണ്ടായത് എന്താ വെച്ചാൽ വലിയൊരു വീടുണ്ടാക്കി. ആദ്യം ചെയ്യുന്ന സേവനം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താ, ഗൾഫിൽ പോയി പൈസ ആദ്യം സ്വന്തം വീടുണ്ടാക്കി ഓനും എൻ്റെ ഭാര്യ അതിനേക്കാൾ മടങ്ങും.
അതാണ്. അങ്ങനെ ഒരു അണുകുടുംബത്തിലേക്ക് പോയി. ഇവർ ഇനി എങ്ങനെ ജീവിക്കുന്നു? ഞാൻ അങ്ങനെ പറയുന്നത് കേരളത്തിലെ ഒരു മതരംഗത്തെ ആത്മീയ ആചാര്യൻ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് ഒരാൾ കയറി ചെന്ന കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് 50 വയസ്സ് തോന്നിക്കുന്ന പ്രായത്തിലുള്ളൊരു മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു അപരാധം ചെയ്തിട്ടുണ്ട്, തൗബയുണ്ടോ? നേരെ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ മതി. ഈ ഇടയാളന്മാരെ സ്വീകരിച്ച വിഭാഗമായതുകൊണ്ട് ആത്മീയ സൂഫിമാരൊക്കെ വേണ്ടി വരുമല്ലോ അവർക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയോട് ജീവിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ മാത്രം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഉമ്മയും ഭാര്യയും കൂടി ശണ്ട കൂടിയിട്ട് തമ്മിൽ വലിയ പ്രശ്നത്തിലാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ കൈയും പിടിച്ച് അവിടുന്ന് ഇറങ്ങി വാടക വീട്ടിൽ പോയി താമസിച്ചു. ഉമ്മാക്ക് പറയാനുള്ളത് എന്താണെന്നോ ശരിതെറ്റുകൾ ഏതാണെന്നോ ഞാൻ അന്വേഷിച്ചില്ല. അധികം കഴിഞ്ഞില്ല, 2 മാസം കഴിഞ്ഞ് എൻ്റെ ഉമ്മ അറ്റാക്കായി മരിച്ചത്. 2 ദിവസം കഴിഞ്ഞ് വാസന പൊന്തിയപ്പോൾ അയൽവാസികൾ അറിഞ്ഞു. അതുവരെ ആരും അറിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് വാസന പൊന്തിയപ്പോൾ അയൽവശത്തെ വീട് തുറക്കാത്തപ്പോൾ ആളുകൾ ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ കക്ഷി മരിച്ചു കിടക്കുന്നു. അങ്ങനെ ആളുകൾ വന്ന് ഇവനോട് പറയാൻ, എൻ്റെ ഉമ്മടാ മരിച്ചു കിടക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കിക്കാളാം. ഞാൻ ചെന്നപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങിയപ്പോൾ എൻ്റെ ഒരു കുപ്പായം മറന്നു വെച്ച് പോകുന്നത് മാറത്ത് വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മ മരിച്ചു പോയത് എന്നാണ്. വീട് വിട്ടിറങ്ങിയപ്പോൾ കുപ്പായം കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്തു. പഴയ മറന്നു വെച്ചൊരു കുപ്പായം മാറത്ത് പിടിച്ചുകൊണ്ട് അതിങ്ങനെ മാറത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ മരിച്ചു പോയത്. എൻ്റെ മകൻ എന്നുള്ള നിലക്ക് എന്നോടുള്ള വാത്സല്യം, എനിക്ക് മരിക്കുന്ന സമയത്ത് തുള്ളി വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് എന്ന്. ഇത് പറയുന്നത് 50 വയസ്സാവുമ്പോഴാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിനടുത്തേക്ക് ചെല്ലുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ 40 സന എന്ന്. 40 വയസ്സ് കഴിയുമ്പോൾ മനുഷ്യന്മാർ ഏറെക്കുറെ ഔസീനി അനസ്കുറനി അമത്തക്ക എന്ന് പറയുന്ന ഒരു പരുവത്തിലേക്ക് എത്തും. അതിനു മുമ്പ് പിതാവും പിതൃത്വവും മാതാവും മാതൃത്വവും സാഹോദര്യവും ബന്ധങ്ങളുമൊക്കെ പാലിക്കപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എൻ്റെ ഉപ്പ മരിച്ചുപോയി. എൻ്റെ ഉപ്പയോട് ഞാൻ ചെയ്ത സേവനങ്ങളും എൻ്റെ ഉപ്പയ്ക്ക് ഞാൻ ചെയ്ത ത്യാഗങ്ങളും എൻ്റെ മക്കൾ കാണുമ്പോഴാണല്ലോ എൻ്റെ മക്കൾ എന്നോട് പെരുമാറുക. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയവർക്ക് ദുനിയാവിൽ വെച്ച് അനുഭവിക്കുമെന്ന് പറഞ്ഞല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉപ്പയ്ക്ക് ഞാൻ അതൊരു ശല്യമായി, ഈ വയസ്സുകാലത്ത് അത് കൊണ്ടിരുന്ന് കൂടിയാൽ പോരെ, ഇങ്ങനെ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് എൻ്റെ പ്രവർത്തനത്തിൽ അതൊരു ശല്യമായി തോന്നുന്നുവെങ്കിൽ എൻ്റെ മക്കൾ അതെങ്ങനെയായിരിക്കും അതിനെ സ്വീകരിച്ചെടുക്കുന്നത്? അവിടെയാണല്ലോ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ബന്ധങ്ങൾ തലമുറക്ക് കൈമാറുന്ന രൂപം ബന്ധങ്ങൾ എഴുതി പഠിപ്പിക്കലല്ല, പ്രയോഗത്തിൽ കാണിക്കലാണ്. ആ പ്രയോഗത്തിൽ കാണിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹുമാ ജന്നത്തുക വ നാറുക എന്ന്. ഈ മാതാപിതാക്കൾ നിന്റെ സ്വർഗമാണ്, നിന്റെ നരകമാണ്. നിനക്ക് സ്വർഗം വാങ്ങി ഉപയോഗിക്കാനുള്ള വേദിയാണ് ഈ വയസ്സ് ചെന്ന നിന്റെ മാതാപിതാക്കൾ. സഹാബി വന്നുകൊണ്ട് റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞാൻ യുദ്ധരംഗത്തേക്ക് കടന്നു വരുമ്പോൾ വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ യാത്രയാക്കിയത്. കാരണം പ്രതീക്ഷയിൽ ഇനി അവനിലാണ് ജീവിതത്തിൻ്റെ ഭൗതിക പ്രതീക്ഷ. ആ മകൻ യുദ്ധരംഗത്തേക്ക് പോകുമ്പോൾ ഇനി എങ്ങനെ തിരിച്ചു വരും? ആ അവസ്ഥയിൽ കരഞ്ഞ് യാത്രയാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവരെ നീ പോയി ചിരിപ്പിക്കുക എന്ന്. നീ കരയിച്ച പോലെ യുദ്ധരംഗത്തേക്കല്ല, നീ ഫീഹിമ, അവരുടെ 2 കാര്യത്തിലാണ് ഫജാഹിദ്, നീ ജിഹാദ് ചെയ്യേണ്ടത്. ആ മാതാപിതാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യലാണ് മനുഷ്യ നിന്റെ ജിഹാദ് എന്ന് ആ സഹാബിയോട് റസൂലുള്ള പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ഈ വയസ്സായ മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ ഭാരമായിരുന്നില്ല. ഇന്ന് അത് ഭാരമാണ്. ഭാരമാകുന്നത് എങ്ങനെയാ? എന്താപ്പം ഞാൻ വീട്ടിലെ ചെറുതായിപ്പോയി എന്നുള്ളതുകൊണ്ട് ബാധ്യതയൊക്കെ എനിക്ക് വരിക. വീട്ടിൽ ഓലൊക്കെ വേറെ വീടെടുത്ത് പോയതുകൊണ്ട് ഒരു കഴിച്ചിലായി. ഓൽക്കിങ്ങനെ എപ്പോൾ വന്നു നോക്കിയിട്ട്, അല്ല വാപ്പാക്ക് വ്യത്യാസമൊന്നുമില്ലല്ലോ,
ഇനിയിപ്പോൾ നമ്മളെവിടെ കൊണ്ടുപോകണം, എല്ലാ ചെലവും ഇവരെന്നെ. ഓൽക്ക് ഈ ചോദ്യം മാത്രം. ഓലിങ്ങനെ ഞായറാഴ്ച ഒന്ന് വന്നിട്ട് ചോദിക്കും, അല്ല എന്തുണ്ട് ഇപ്പോൾ വാപ്പാന്റെ സ്ഥിതി എന്താ? വാപ്പാക്ക് അങ്ങനെ തന്നെ. ഈ രൂപത്തിൽ ഒരു ഔപചാരികത കൊണ്ട് ഒതുങ്ങുന്നുണ്ടോ? ഇത് നിന്റെ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചത് ആ വീര്യത്തിൽ പുതിയ തലമുറ ഉൾക്കൊള്ളുന്നുണ്ടോ? കാരണം ഇവിടെ എന്താ കാര്യങ്ങള്, ഇവിടെ വരുമാനമുള്ള മെമ്പർക്ക് സമൂഹത്തിൽ വിലയുള്ളൂ. ആ സമൂഹത്തിൽ, അതാ ഞാൻ ആദ്യം പറഞ്ഞ വിഷയം അവിടെയാണ്. വരുമാനമുള്ളിടത്ത വിലയുള്ളത്. നിങ്ങൾ സ്കൂളിൽ ഒരു അറബി പോസ്റ്റ് ക്ഷണിച്ച ആളുകൾ ചാടി വീഴുമല്ലോ, ഇന്റർവ്യൂവിലും ഒക്കെ. എങ്ങനെയൊക്കെ, കാരണം എന്താ, മാസത്തിൽ വാങ്ങുന്ന ശമ്പളം ആലോചിച്ചുകൊണ്ട് ആ ചാടി വീഴും. അല്ല, അറബി പഠിപ്പിക്കാനുള്ള പൂതി കൊണ്ട് മാത്രമൊന്നുമല്ല. അതിനാണ് മദ്രസയിൽ പഠിപ്പിച്ചാലും മതി. നിങ്ങൾ ആലോചിച്ച് നോക്കും, മദ്രസയിൽ ആളെ കിട്ടൂല. മദ്രസയിൽ ആളുകളെ കിട്ടാൻ ഒരു കാരണം നല്ലോണം ദീം, അവന് ഇഷ്ടമുള്ള രൂപത്തിൽ ദീം പഠിപ്പിക്കാം. അതിനെന്താ, അതിന് കിട്ടുന്ന ഇതാ. അതിന് ആളുകളില്ല. നമ്മളെല്ലാവരും പറയും മദ്രസയിൽ പഠിപ്പിക്കാൻ പറ്റിയ ആളെ തരുമോ? നിങ്ങൾ സ്കൂൾ ലെവലിൽ റേഞ്ച് ശമ്പളം കൊടുത്തു നോക്കി. അവിടെയും ആളുകൾ ക്യൂ നിൽക്കുകയും ഇന്റർവ്യൂ വരികയും മികവുള്ളവരെ കിട്ടുകയും മോഡൽ ക്ലാസ് എടുപ്പിച്ചിട്ട് യോഗ്യന്മാർ കിട്ടിയൊക്കെ. ഇതിപ്പോ എന്താ, പണിയൊന്നുമില്ലേ? 1ാം ക്ലാസ് പഠിപ്പിക്കാൻ ഓനും മതി എന്നാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, വരുമാനമുള്ള മെമ്പർക്ക് ആ നാട്ടിൽ മാന്യതയുള്ളത്. അങ്ങനെ വരുമാനമുള്ള മെമ്പർ ആണെങ്കിൽ ഇനി ഓ ലേശൊക്കെ ചെയ്താലും അത് ജനങ്ങൾക്കിടയിൽ നന്നാക്കിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കുറെ കള്ളക്കടത്തും കരിഞ്ചന്തയൊക്കെ നടത്തിയാലും പിന്നെ പള്ളിക്കൊരു അപ്ഷേറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതൊക്കെ ഓൻ ചെയ്ത്, അതിപ്പോ മനുഷ്യന്മാരല്ലേ, എന്നാലും പോനല്ലേ ഇപ്പൊ ഈ പള്ളി ഉണ്ടാക്കി തന്നെന്ന് ആളുകൾ ചോദിക്കുക. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഓൻ്റെ അപ്പൊ വ്യക്തി ജീവിതം നമ്മുടെ മുമ്പിൽ പ്രശ്നമല്ലല്ലോ. എന്നാലും ഓൻ്റെ മകന്റെ കുട്ടി നമ്മളെ മദ്രസയിലാ പഠിക്കണമെന്ന് വെച്ചാൽ അതോടെയോ ശുദ്ധനായി. ഓൻ്റെ പേരക്കുട്ടിയോ നമ്മളെ മദ്രസയിലാണല്ലോ. ഇതുപോലത്തെ മനുഷ്യന്മാരല്ലേ, അതൊന്നും ഇപ്പൊ നോക്കണ്ട. അങ്ങനെയൊന്നും ഇപ്പൊ നോക്കിയിട്ട് ഇപ്പൊ നടക്കൂല എന്നുള്ളതാണ്. കാരണം വ്യക്തി ജീവിതത്തിന്റെ പാകപ്പിഴവുകൾ സമൂഹത്തിലേക്ക് കയറി വന്നു. ഈ സമൂഹത്തിലേക്ക് കയറി വന്നപ്പോഴെന്താന്ന് വെച്ചാൽ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് നോമ്പിന് തന്നെ ഒരാള് കേരളത്തിലെ അറിയപ്പെടുന്ന സൂപ്രണ്ട് എഞ്ചിനീയറായി വിരമിച്ചൊരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മളൊരു പ്രവർത്തകർ പിരിവിന് പോയി എന്ന് പറഞ്ഞു. അപ്പൊ പിരിവിന് ചെന്നപ്പോൾ അയാൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പിരിവിന് തരൂല, പിരിവ് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ തരൂല. നിങ്ങൾ ഈ ഹിന്ദുസിനൊക്കെ കൊടുക്കുമല്ലോ, മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പിരിവുമായിട്ടാ ചെന്ന്. അപ്പൊ ഇയാളിപ്പോ ലേശം കൈയൊക്കെ അയഞ്ഞിക്കണെന്നുള്ള ആൾക്കാണ് ചെല്ലുന്നത്. ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ ഹിന്ദുസിനൊക്കെ കൊടുക്കൂല, അതിന് എന്റെ പൈസ തരൂല. അപ്പൊ ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ടൗണിൽ വരുമ്പോൾ 1 മണിക്കൂർ എനിക്ക് സമയം അനുവദിക്കാം, നമുക്ക് അയാളത്ത് പോയി സംസാരിക്കണം. അപ്പോ ആട്ടെ പോകാം, ഒരു നല്ല കാര്യത്തിനാണല്ലോ അയാൾക്ക് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നല്ലോണം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ഖേദിക്കുകയാണ്, കണ്ടമാനം ഉണ്ടാക്കിയിട്ടുമുണ്ട്, ഒരുപാട് വാങ്ങി, എത്ര വാങ്ങി എന്നുള്ളതിന് കണക്കൊന്നുമില്ല. കാരണം ഇത് റെസിപ്റ്റ് കൊടുക്കണോ അക്കൗണ്ടിൽ വരവ് വെക്കണമെന്നല്ലല്ലോ, അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വാങ്ങാനുള്ള കാരണം മതപണ്ഡിതന്മാരാണോ എന്ന് മൂപ്പർ എന്നോട് പറഞ്ഞു. അപ്പൊ മൂപ്പർ പറഞ്ഞു, അതും ഒരു അർത്ഥത്തിലാണ് കേട്ടോ, ഞാൻ വാങ്ങിയതിന്റെ എല്ലാറ്റിനും ഉത്തരവാദിത്വം അവരിൽ കിട്ടുകയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പഠിക്കാൻ സമർത്ഥനായ എന്നെ എൻ്റെ വാപ്പയുടെ അടുത്ത് വന്നിട്ട് ഒരു ഓവർസിയർ പറഞ്ഞു, ഓവർസിയറായി എനിക്ക് 2000 ഒക്കെ കൈക്കൂലി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് മകനെ എഞ്ചിനീയർ ആക്കിക്കൂലി എത്രങ്ങാനും കിട്ടുമെന്ന് ചോദിച്ചാലോ. ഇപ്പൊ വാപ്പ എഞ്ചിനീയർ ആക്കാനുള്ള കാരണം തന്നെ അതാണെന്ന് പറഞ്ഞു. കാരണം അപ്പോൾ ഈ വീട്ടിലാണ് പള്ളിയിലെ ഉസ്താദ്മാരൊക്കെ വാപ്പയുടെ അടുത്ത് വന്നിട്ടാണ് ചെലവ് പറ്റുന്നത്. അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ അവരാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊന്നും കേട്ടിട്ട് ഇങ്ങനെ എഞ്ചിനീയർ ആക്കാനുള്ള താല്പര്യം പറഞ്ഞിട്ട് അവരാരും എതിർത്തില്ല എന്നാണ് അയാൾ പറഞ്ഞ സംഗതി. അവരാരും അത് ഹലാലല്ലാത്ത വഴിയല്ലേ, ഹറാമിന്റെ മാർഗമാണല്ലോ എന്ന് അവർ പറഞ്ഞു കൊടുത്തില്ല. കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് അവരത് മിണ്ടിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോ അദ്ദേഹം പറഞ്ഞു, കുറേ കൊടുക്കുന്നുണ്ട്, ആ കൊടുക്കുന്നതുകൊണ്ടൊക്കെ ഇപ്പൊ അത് വീടുവോ എന്ന് ചോദിക്കേണ്ടേ. ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യങ്ങൾ ഇവിടെ ഈ രംഗത്ത് നമ്മുടെ മുമ്പിലുള്ള കാഴ്ചപ്പാട്, മൂല്യങ്ങൾ എവിടെ ഉന്നതമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടണം, സമൂഹത്തിന്റെ മുമ്പിൽ നടക്കാൻ നമ്മുടെ മക്കൾ യോഗ്യന്മാരാവണം, അവരൊരിക്കലും പിന്നിലോട്ട് പോകാം. പക്ഷെ അതോടൊപ്പം ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി ധാരണ നിലനിർത്താനും കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാനും പറ്റിയ മതബോധവും അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം.
അത് സാധിക്കുന്നത് ഒന്ന് കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്താ നിങ്ങൾ നമ്മുടെ മുമ്പിലുള്ള അജണ്ട. അപ്പൊ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് എഞ്ചിനീയറിംഗിന് മെറിറ്റിൽ സീറ്റ് കിട്ടി. അങ്ങനെ അവിടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ അങ്ങനെ മതസംഘടനയുടെ വേർതിരിവൊന്നുമില്ലായിരുന്നു. ജമായത്തും മുജാഹിദും സുന്നിയൊക്കെ ഒരു യൂണിറ്റായിട്ട് മതബോധം ഉണ്ടാക്കാനുള്ള പ്രതിവാര ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരാഴ്ച മുജാഹിദിനെ കൊണ്ടുവരും, ഒരാഴ്ച തബ്ലീഗുകാരനെ കൊണ്ടുവരും. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ആളുകൾ ഒരു മതചിട്ട രൂപീകരിക്കുന്ന ഒരു ക്ലാസ്, അത്രയേ ഉള്ളൂ. അല്ല സംഘടനാ വേർതിരിവൊന്നുമില്ല. ഇവിടുന്ന് അങ്ങനെ നമസ്കരിക്കലൊന്നും ഇല്ലാത്ത ഈ പയ്യൻ അവിടെ എത്തിപ്പെട്ടു. ഈ കൂട്ടായ്മയിലൊക്കെ എത്തിപ്പെട്ടപ്പോഴോ നിസ്കാരമൊക്കെ തുടങ്ങി. അത്യാവശ്യം ദീനും പിടിപാടും ഒക്കെ പഠിക്കാൻ തുടങ്ങി. കാരണം ഇവിടുന്ന് ഇങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകും, ഒഴിവുണ്ടാകുമ്പോൾ ഫ്രണ്ട്സൊക്കെ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കും. ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കിയതിൽ കൊണ്ട് വിഷമമില്ല, നമസ്കരിച്ചു വേണ്ടിയിട്ട് എതിർപ്പുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സാധാരണ മുട്ടുമ്പോ സെല്ലി എന്ന് അറിയലുണ്ടല്ലോ, അങ്ങനെ മുട്ടുമ്പോ നിസ്കരിക്കും. അങ്ങനത്തെ ഒരാളെ അങ്ങനെ ലീവിൽ വന്ന് 1-2 മാസം കഴിഞ്ഞ് ഒരു ലീവിൽ വന്നപ്പോൾ അവൻ സുബൈക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയി. സുബൈ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോഴും വാപ്പ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഇവൻ വന്ന് ലേറ്റൊക്കെ ഇട്ട് അങ്ങനെ പത്രം വായിക്കുക. അല്ല ഈ അവിടെ പോയതേന്ന് ചോദിച്ചു വാപ്പ. എഴുതാ, ഞാൻ പള്ളി പോയതേനിപ്പ. അപ്പൊ ഞങ്ങളവിടെ ജമായത്ര. എന്നാലേ അതിനൊക്കെ എനിക്ക് ഇനിയും സമയം കിട്ടോ. ഈ ഇപ്പൊ ഒരു എഞ്ചിനീയർ ആ നോക്കിക്കോ. ഒരു സെമസ്റ്റർ പോയാൽ അറിയാം അതിന്റെ പ്രശ്നം. നിസ്കരിക്കാനും നോൽമ്പ് എടുക്കാനൊക്കെ ഇനിയും സമയമുണ്ട് പറഞ്ഞോല വാപ്പ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഗതി എന്ത് ചെയ്യും? ഈ ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഈ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ പറയാൻ കാരണം, ഒരു മഹല്ലിൽ, ഒരു മുജാഹിദ് മഹല്ലിൽ എത്തിപ്പെടും. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറയേണ്ട ഒരു സംഗതി എന്നോട് പറഞ്ഞ സംഗതി എന്താ, നിങ്ങൾ ഒരു കൺവെർട്ട് ചെയ്ത് പുതുമുസ്ലിം ആയിട്ട് തന്നെ ഒരു മഹലിൽ ചെന്നു. തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു പോയി. ഇയാളിങ്ങനെ മനുഷ്യൻ വന്നുകണല്ലോ, അയാളുടെ ഭക്ഷണം, അയാളുടെ എന്താ ആരും നോക്കിയില്ല. എല്ലാവരും പോയി. ഒക്കെ മറ്റോ നോക്കുന്ന എഴുതിയിട്ടുണ്ടാവും, പ്രസിഡന്റ് സെക്രട്ടറി നോക്കുന്ന എഴുതിയിട്ടുണ്ടാവും, സെക്രട്ടറി ഖജാൻജി നോക്കുന്ന എഴുതി, ചിലപ്പോൾ എല്ലാവരും പോയി. അവസാനം അദ്ദേഹം പറഞ്ഞു, കട അടക്കാത്തതുകൊണ്ട് കുറച്ച് അവില് വാങ്ങിയിട്ട് അവില് പള്ളിന്റെ ടാപ്പിൽ നിന്ന് വെള്ളം തുറന്നിട്ട് അത് പൊതിർത്തിയിട്ടാണ് അത്താഴം കഴിച്ചത് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്തരം അവസ്ഥ വരുന്നത് എന്താണ്? ഈ നമ്മൾ ഈ പറയുന്ന അബ്ദുറഹ്മാൻ ഔഫിന്റെയും ഹാത്തിമുത്തായിന്റെയും ഒക്കെ കഥ പറയുന്നു എന്നല്ലാതെ ജീവിതത്തിൽ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. ആ അവസ്ഥകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ ബാലഗംഗാധര തിലകനെ കുറിച്ചിട്ട് ഒരു കഥ പറയാറുണ്ട്. ബാലഗംഗാധര തിലകൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഹോട്ടലിന്റെ എച്ചിൽ കൂട്ടിയിട്ട സ്ഥലത്ത് ഒരു മെലിഞ്ഞൊട്ടിയ അസ്ഥികൂടങ്ങൾ മാത്രം ഉള്ള ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഭക്ഷണം മാന്തിപ്പറിച്ച് തിന്നുകയാണ്. അദ്ദേഹം ഭക്ഷണം മാന്തിപ്പറിച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ ആ വേസ്റ്റ് കൂനകളൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് തിന്നാൻ തുടങ്ങുമ്പോൾ 3-4 നായകൾ അവിടെ എത്തിയെന്നാണ്. അപ്പൊ ഇദ്ദേഹം ചെയ്ത് ഈ മാന്തി എടുത്തിട്ട് നായകൾക്ക് ഇങ്ങനെ തിന്നാൻ കൊടുക്കുക ആ വേസ്റ്റിൽ നിന്ന്. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ ബാലഗംഗാധര തിലകൻ ചോദിച്ചു പോലെ, അല്ല ഇതെന്താ ഇങ്ങനെ വിശന്നിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ കൂനയിൽ നിൽക്കുന്നത് എന്ന്, നിങ്ങൾ കഴിക്കാതെ എന്താണ് ഈ നായ്കൾക്കാണല്ലോ നിങ്ങൾ തീറ്റ കൊടുക്കുന്നത് ചോദിച്ചപ്പോ ആ യാചകൻ പറഞ്ഞു പോലും, അതെ എനിക്ക് വിശപ്പുണ്ട്, പക്ഷേ ഞാൻ നായല്ലല്ലോ, ഞാൻ മനുഷ്യനല്ലേ. മനുഷ്യനായതുകൊണ്ട് എൻ്റെ വിശപ്പ് മാറ്റി വെച്ചിട്ട് ആ നായ്ക്ക് ഞാൻ തിന്നാൻ കൊടുക്കുന്നത്. എനിക്ക് ഇനിയും തിന്നാൽ ആ ജീവി ഉണ്ടല്ലോ നിങ്ങൾ, നായല്ലേ കിട്ടിയത് അത് തിന്നുള്ളൂ എന്ന് പറഞ്ഞോലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഒരു ചിത്രം മാത്രം പോരെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അളക്കാൻ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ജോലി ചെയ്തൊക്കെ നമ്മുടെ ജീവിതം ഭംഗിയാക്കാനാണ്. സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനൊന്നില്ലേ. ഇപ്പൊ എന്റെ കുടുംബത്തിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ 10,000 കൊടുത്താൽ അതിന് പേരുണ്ടാവില്ലല്ലോ. സലാമിന്റെ കുടുംബത്തിൽ ഓൻ തന്നെയല്ലേ നോക്കേണ്ടി, ആരാ നോക്കണമെന്ന് വയ്ക്കും. എന്നാൽ എൻ്റെ ഒരു ബന്ധമില്ലാത്ത ഒരാളിങ്ങനെ വന്ന് പറഞ്ഞു, ഒരു പെൺകുട്ടി, ശരി എഴുതിക്കോളിൻ്റെ 10,000 നോക്കിയാൽ നിങ്ങൾ 10,000 തിന്നിട്ടോ, അതിനൊരു പേരുണ്ടാവും. കാരണം എന്താ, ആരും അറിയില്ലല്ലോ. അതാ അവനവന്റെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തന്നെ ആശ്രയിക്കുന്ന തന്റെ കുടുംബത്തിൽ നിന്ന്, താൻ അവലംബിക്കുന്ന ആളുകളിൽ നിന്ന് തുടങ്ങണമെന്ന്. എൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പെടുന്നവർ, എൻ്റെ കുടുംബത്തിലെ അവശത അനുഭവിക്കുന്നവർ, നമുക്കറിയോ ഇന്ന് സത്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ അവശത അനുഭവിക്കുന്ന ആരാന്നറിയാൻ ആരാരിങ്ങൾ? ബ്ലേഡ് കമ്പനി നടത്തുന്ന അണ്ണാച്ചികൾക്കറിയാം. വട്ടിപ്പലിശയും ബ്ലേഡും ഒക്കെ ആയിട്ട് ഓൽക്കറിയാം നാട്ടിൽ ആരാ പാവപ്പെട്ടത്.
ആരാ കുടുങ്ങിയവര്, ആരാ കഷ്ടപ്പെടുന്നവര് എന്ന്. നമ്മളൊക്കെ ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു ഉന്നതമായ സോപാനത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ബന്ധങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ ബന്ധങ്ങൾ പാലിക്കുന്നിടത്താണ് ഓരോ അർത്ഥത്തിലുള്ള മനുഷ്യ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിൽ അയൽപക്ക ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വ്യഭിചാരത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് അയൽവാസിനിയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടലാണ് എന്ന്. എന്താ അപ്പൊ അതിന്റെ ഗന്ധം? അതിന്റെ ആശയം എന്താ? അയൽവാസിയുമായി ഇണചേരുന്നതും ലൈംഗികബന്ധം നടത്തുന്നതും അയൽവാസി അല്ലാത്തൊരു സ്ത്രീയുമായി ഇണചേരുന്നതും തമ്മിൽ എന്താ ആസ്വാദനവും അനന്തരഫലമൊക്കെ ഒന്ന് തന്നെയാണല്ലോ. പിന്നെന്തേ അയൽവാസിയുമായുള്ളത് ഏറ്റവും കടുത്ത തിന്മയായി റസൂലുള്ള എണ്ണിപ്പറഞ്ഞത്? വിശ്വസിച്ചവരെ ചതിക്കുക എന്നുള്ളതാണ് അതിന്റെ കാരണം. വിശ്വസിച്ചവരെ ചതിക്കുക. കാരണം നമ്മുടെ താക്കോൽ സൂക്ഷിക്കുന്ന വീടുകളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അനുവദിച്ച സംഗതിയാണല്ലോ. അയൽവാസികൾ ആ ഗണത്തിലല്ലേ പെടുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് പോയിട്ട് അയൽവാസികൾ പോയിട്ട് സ്വന്തം പിതാവിന്റെ അടുത്ത് മകളെ നിർത്തിപ്പോകാൻ ധൈര്യമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രായപൂർത്തിയെത്തിയ മകളെ പിതാവിന്റെ അടുത്ത് നിർത്തിപ്പോകാൻ ഉമ്മയ്ക്ക് ധൈര്യമുണ്ടാകുന്നില്ല. പ്രായപൂർത്തിയെത്തിയ മകളെ സഹോദരിയുടെ കൂടെ ഡോക്ടറേക്ക് പറഞ്ഞേക്കാൻ ധൈര്യമുണ്ടാകുന്നില്ല. അത്രയും അമാനത്തുകൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഇദാ ലുയിഅത്തിൽ അമാന ഫന്തദിരിസ, അമാനത്ത് നഷ്ടപ്പെടുമ്പോൾ നീ ഖിയാമത്താണല്ലോ പ്രതീക്ഷിച്ചോ എന്ന്. എന്താണ് ഈ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ ഡിസ്റ്റൻസുകൾ നഷ്ടപ്പെട്ടു പോവാ. നമുക്ക് പറയാൻ കഴിയും, ചിലപ്പോ പത്രങ്ങളിൽ വരുന്ന തിന്മകളൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് പത്രങ്ങളും ചാനലുകളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയാതെ പോയതായിരിക്കാം. പക്ഷെ ഏതായാലും ഇന്ന് നമുക്ക് കേൾക്കുന്ന വാർത്തകൾ ശുഭകരമല്ല. നമ്മുടെ അകത്തലങ്ങളിൽ നിന്ന്, കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും ശുഭകരമാകുന്നില്ല. അതുകൊണ്ടാ പിതാവിന്റെ ധർമ്മം നിർവഹിക്കുക, ആ മക്കളുടെ ധർമ്മം നിർവഹിക്കുക. ആ ധർമ്മം നിർവഹിച്ചു വരുമ്പോൾ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു സമൂഹത്തിന്റെ സൗരഭ്യമുണ്ട്. ആ സൗരഭ്യമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അയൽവാസിയുമായുള്ള ബന്ധങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സൂചിപ്പിച്ച സംഗതി എന്താ? അവന് വല്ല സാമ്പത്തിക പ്രശ്നങ്ങളും വരുമ്പോ അഖറൽതഹു, നീ അവന് കടം കൊടുത്തേക്കണം. നിന്റെ അയൽവാസിക്കൊരു സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ നീ അവന് കടം കൊടുത്തേക്കണം. ഇനിയോ അവനിൽ വല്ല പോരായ്മകളും വന്നാൽ, നിന്റെ അയൽവാസിയുടെ ജീവിതത്തിൽ വല്ല അബദ്ധങ്ങളോ കൈപ്പിഴകളോ പോരായ്മകളോ സംഭവിച്ചാൽ സതർത്തഹു, നീ അത് മറച്ചു വെക്കണം. നീ ആവരുത് നോട്ടീസ് അടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. അറിഞ്ഞോ നോക്കിങ്ങള് എന്ന് പറയാൻ പാടില്ല. നീ അങ്ങനൊന്ന് സംഭവിച്ചതുപോലെ നിന്റെ നാവിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി അവന് വല്ല ഗുണകരമായ രംഗം വന്നു കഴിഞ്ഞാലോ ഹന്നഅ്തഹു, നീ അവനെ അനുമോദിക്കണം. നിന്റെ അയൽവാസിക്ക് ലഭ്യമായ അനുഭൂതിയിൽ, അനുഗ്രഹത്തിൽ നീ ആയിരിക്കണം മുമ്പിൽ ചെന്ന് അവനെ അനുമോദിക്കേണ്ടത്. ഇനി അവന് വല്ല മുസീബത്തും സംഭവിച്ചാലോ അസൈതഹു, നീ അവനെ സമാശ്വസിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ എനിക്കൊരു തിടുക്കം വന്നാൽ, സാമ്പത്തികമായി എനിക്കൊരു ടൈറ്റ് വന്നാൽ അയൽവാസികളോട് നമ്മൾ ചോദിക്കുവോ? ചോദിച്ചാൽ തന്നെ പറയാം, എന്തിനാ പോനോട് പറഞ്ഞിട്ട് എന്റെ ദയനീയത അറിയിക്കണത്? അതുകൊണ്ട് എന്താ, ഭാര്യയുടെ അടുത്ത് 1 പവനുണ്ട് അല്ലെങ്കിൽ 2 പവനുണ്ട്, ആ പണയം വെച്ച് തൽക്കാലം പ്രശ്നം പരിഹരിക്കും. സമൂഹത്തിന്റെ ആ യൂണിറ്റി നഷ്ടപ്പെട്ടു പോയി, ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടു പോകുന്നത് തിരിച്ചു പിടിക്കാൻ ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ വലിയ സാഹസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലത്ത് ഈമാൻ തുടിക്കുന്ന ജീവിതം നയിക്കണമെങ്കിൽ തീക്കനയിൽ കയ്യിൽ പിടിക്കുന്ന പ്രതീതി ഉണ്ടാകുമെന്ന്. തീക്കനയിൽ കയ്യിൽ പിടിക്കാൻ അതിങ്ങനെ തത്തിക്കളിക്കണം, വലിയ പ്രയാസം ഉണ്ടാവും. അതുപോലെ പ്രയാസകരമാണ് മൂമിനായി ജീവിക്കലെന്ന. എവിടെയും അധാർമികത, എവിടെയും ആഭാസത്തരങ്ങൾ, അശ്ലീലങ്ങൾ, അതിനിടയിൽ മൂമിനായി ജീവിക്കുക എന്ന് പറഞ്ഞത് അതിസാഹസികമാണ്. ആ സാഹസികമാകുമ്പോഴാ ഓരോരുത്തരുടെ ബന്ധങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ ആ ബന്ധങ്ങളെക്കുറിച്ചൊരു മഹത്തരമായൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ കഴിയും. ഹസൻ ബസരി അദ്ദേഹത്തിന്റെ ചരിത്രം രൂപപ്പെടുത്തുമ്പോൾ പിൽക്കാലത്ത് എഴുതി രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട്. രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു ജൂതൻ, ആ ജൂതന്റെ വീട്ടിൽ നിന്നുള്ള ഒഴുകുന്ന മലിനജലം ഹസൻ ബസരിയുടെ വീട് മുറ്റത്ത് വൃത്തികേടായിട്ട് ഈച്ച നിറഞ്ഞ് മലിനമായി നിൽക്കുന്ന രംഗം.
അപ്പൊ ഈ ജൂതൻ ചോദിക്കും, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇന്നിപ്പോ ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല, ഇപ്പൊ നമ്മളൊരു വീട് ഹൗസ് വാമിനൊക്കെ പോയാൽ ആദ്യം കാണുന്ന ബാത്റൂമും അടുക്കളയാണല്ലോ. ബെഡ്റൂം ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ, കാരണം അത് വിശാലായൊരു ഹാള് മാതിരിയാണ്. ബാത്റൂമിലുള്ള സൗകര്യങ്ങൾ, ഉറുമ്പ് പോലും വൈദ്യുതി വീഴുന്ന അപ്പൊ ബാത്റൂമിനെ കുറിച്ച് പറയാറുള്ളത്. ഉറുമ്പ് പോലും, എത്ര ആളുകളാ അപ്പൊ ബാത്റൂമിൽ വൈദ്യുതി വീണ് ഇങ്ങനെ കിടക്കണങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉറുമ്പ് പോലും വൈദ്യുതി വീഴുക എന്നുള്ളതാണ് ബാത്റൂമിന്റെ പരസ്യം. അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പിനെ പോലെ അവിടെയുള്ള സൗകര്യം, ഓരോ റാക്ക് ഇങ്ങനെ തുറക്കുക, അതൊക്കെ കാണുക. അപ്പൊ അന്ന് ആ ഒരു സൗകര്യം നമ്മൾ കാണേണ്ടതില്ല. ഹസൻ ബസരി പറയുന്ന ആ കാലഘട്ടത്തിൽ ഈത്തപ്പനയുടെ ചോറ് എടുത്തു കളഞ്ഞിട്ടുള്ള ആ മരത്തിൻ്റെതാണ് അന്നത്തെ ഓസ്. അതിന് ദ്രവിച്ചിട്ടാണ് ഈ വൃത്തികേട് ഒഴുകുന്നത്, ഇങ്ങനെ മുറ്റത്തേക്ക് ഒഴുകുന്നത്. അതിലിങ്ങനെ തളം കെട്ടി നിന്നിട്ടാ ഈ ജൂതൻ കാണാൻ വന്നിട്ട് ചോദിച്ചു, എന്ന് നിങ്ങൾക്ക് ഈ ശല്യം തുടങ്ങിയത്? അദ്ദേഹം പറഞ്ഞു, അത് കുറെ വർഷമായല്ലോ, ഈ ശരീന സനത്തെന്ന ആ ചരിത്രത്തിലുള്ളത് 20 കൊല്ലായി. എന്നിട്ട് പരാതി പറയാത്തതും പരിഭവം നടിക്കാത്തതും അതിന്റെ പേരിൽ മുഖം ചുളിക്കാത്തത് എന്തുകൊണ്ടാ? അത് അയൽപ്പക്ക ബന്ധത്തെ ആദരിക്കേണ്ട സംഗതി മനസ്സിലാക്കിയത് കൊണ്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അനന്തരാവകാശം വരെ നൽകപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ആ കഴുത്തിലെ സിന്നാറ് പൊട്ടിച്ചിട്ട് ആ ജൂതൻ ആ സമയത്ത് മുസ്ലിം ഫ്ലാറ്റ് സംസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ വന്നു. ഇപ്പൊ കോഴിക്കോട് വലിയ വലിയ ടൗണുകളൊക്കെ ഫ്ലാറ്റിലേക്ക് പോവാണ്. ആ ഫ്ലാറ്റിന് അപ്പുറത്ത് എന്ത് നടക്കും നമ്മൾ അന്വേഷിക്കാറില്ല. അവിടെ അന്വേഷിക്കാൻ അവർക്കൊട്ട് ഇഷ്ടമല്ല. പലപ്പോഴും ഫ്ലാറ്റിൽ താമസിച്ച ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താ ഈ ഫ്ലാറ്റിലെ ജീവിതം സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യക്കും ഭർത്താവിനും 2 പ്രതികരണം ഉണ്ടായത്. ഭാര്യ പറഞ്ഞു, വളരെ സുഖമാണ്, മുറ്റടിച്ചു വരണ്ടല്ലോ എന്നാണ് ഒന്നാമത്തെ സുഖം പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, മുറ്റടിച്ചു വരണ്ടല്ലോ, ഒരു പ്രശ്നവുമില്ല. ഭർത്താവ് പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ 1000 രൂപ ലാഭമുണ്ട് എന്നാ. ഞാൻ ചോദിച്ചാൽ എങ്ങനെ 1000 രൂപ? ഫ്ലാറ്റിലൊക്കെ പിന്നെ ജനറൽ ഇതിനുള്ള റെന്റും അങ്ങനെയുള്ള സെക്യൂരിറ്റി റെന്റും ഒക്കെ കൊടുക്കണ്ടേ? അതൊക്കെ കഴിഞ്ഞാലും 1000 രൂപ ലാഭമുണ്ട്, പിരിവാരം വരൂല എന്നാ. കാരണം സെക്യൂരിറ്റി കടത്തി വിടൂലല്ലോ. സെക്യൂരിറ്റി കടത്തി വിട്ടെങ്കിലല്ലേ ഫ്ലാറ്റിൽ ഒന്ന് യാചിക്കാൻ വരുള്ളൂ. 1000 രൂപ മാസത്തിനും ലാഭമുണ്ട്, പെണ്ണുങ്ങൾക്ക് മുറ്റടിച്ചു തരുമോ ലാഭമുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കൂ, അവിടേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. പിന്നെ ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ പറയുന്നത് ഫ്ലാറ്റിലാകുമ്പോൾ സേഫ്റ്റി ഉണ്ട് എന്നാണ്. കാരണം വേറെ ആരും വരൂല. ആ സേഫ്റ്റി എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിലിട്ട് മാത്രം നിങ്ങൾ വായിക്കുക. അത് ഇപ്പോഴത്തെ സാമൂഹിക സമകാലിക സമൂഹത്തിന്റെ ചിത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അവിടെ ഒതുങ്ങിക്കൂടുക. അപ്പുറത്ത് നടക്കുന്നത് ആളുകൾക്ക് അന്വേഷിക്കേണ്ടതില്ല, ബാധ്യതയില്ല. ഇമാം അസാലി പറയുന്നുണ്ട്, 40 വീടുകൾ ഒരു മനുഷ്യന്റെ അയൽപ്പക്കമാണ് എന്ന്. പോട്ടെ, 4 വീടുകളെ പരിഗണിച്ചുകൂടെ നമുക്ക്? 0 വിലയില്ലല്ലോ. 4 വീടുകളെ കുറിച്ച് നമുക്ക് പരിഗണിച്ചുകൂടെ? എന്റെ അപ്പുറത്തുള്ള വീടുകളുടെ പ്രശ്നം എന്താ? ഇപ്പൊ അങ്ങനെ കൂട്ടായ്മ. ഇപ്പൊ അത്തരം അവസ്ഥകളിൽ മനുഷ്യന്മാർ പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സീനിയർ സിറ്റിസൺ എന്ന് ബസ്സിൽ എഴുതി വെച്ച സീറ്റിൽ ഇല്ലെങ്കിൽ ആളുകൾ എഴുന്നേറ്റ് കൊടുക്കൂലല്ലോ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പ്രായമുള്ള മനുഷ്യരെ കാണുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് കൊടുക്കുകയായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ സീനിയർ സിറ്റിസൺ എഴുതി വെച്ച സീറ്റിൽ 2 ചെറിയ കുട്ടികൾ ഇങ്ങനെ ഇരിക്കണം. വയസ്സായ 2 ആളുകൾ ഇങ്ങനെ ഹാൻഡ് ബാഗും തൂക്കി പിടിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ പറയും, നോക്കിയാൽ നിങ്ങൾ എഴുന്നേറ്റ് തരുന്നില്ലല്ലോ അവര്. അപ്പൊ ഇയാൾ പറയാം, അത് അവർക്ക് വായിക്കാൻ തിരിയാഞ്ഞിട്ടായിരിക്കും. കാരണം ഇംഗ്ലീഷ് ആണല്ലോ എഴുതിയ, സീനിയർ സിറ്റിസൺ വായിക്കാൻ തിരിയാഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇവർക്കൊരു ചമ്മല്. അപ്പോൾ നിങ്ങൾ എന്നാ പറയണ്ടേ, നിങ്ങൾ അങ്ങനെ നിൽക്കണ്ടേ, പറയണ്ടേ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് കൊടുത്തു. ഞാൻ സൂചിപ്പിക്കുന്നത് അത്ര പോലും മനുഷ്യർ ബന്ധങ്ങൾ കുറഞ്ഞു വരികയാണ്. എന്തു ഈ ബന്ധങ്ങൾ? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യർഹം സഗീറനാ വലം യുഖിർ കബീറനാ. പ്രായമുള്ള മനുഷ്യരോട് ബഹുമാനവും ചെറിയ മക്കളുള്ള സ്നേഹവായ്പും കാണിക്കാത്തവൻ. പക്ഷെ എവിടെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിങ്ങളെ പുഞ്ചിരിക്കുന്നത് സദഖയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നിപ്പോ നമുക്കതൊന്നൊരു ഗൗരവം തോന്നൂലേന്നു. ഇപ്പൊ നിങ്ങൾ പുഞ്ചിരിക്കാൻ പോലും മനുഷ്യന് നേരല്ലല്ലോ. ചിരിച്ചപ്പോ റമദാൻ മാസത്തിലൊക്കെ ചിരിച്ചാ പേടിയാണ്, അവൻ്റെ അടുത്ത് വല്ല റെസിപ്റ്റ് ഉണ്ടോന്ന് ആളുകൾ കരുതുക. ചിരിക്കണണ്ട തന്നെ എല്ലാ പിരിവും ആ ചിരി തന്നെ കണ്ടപ്പോ എനിക്ക് തോന്നിയിരുന്ന ആളുകൾ പറയാം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ സദഖയാണെന്ന് പറഞ്ഞൊരു സംഗതി ആലോചിച്ച് നോക്കുള്ളൂ. കാരണം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മനുഷ്യ ഇപ്പൊ ആരും ചിരിച്ചില്ല, പരാതിയില്ലല്ലോ. 10 കൊല്ലം മുമ്പ് നമ്മളൊരു സുഹൃത്ത്, നമ്മുടെ സ്നേഹിതൻ കണ്ടിട്ട് ഒന്ന് ചിരിച്ച് ലോക്യം പറയാപ്പോ എന്തേ പോനെ പറ്റി, എന്താ ഇപ്പൊ അത് പ്രശ്നമല്ല. കാരണം ഓനേതോ പ്രശ്നത്തിലാ, ഓനേതോ അവസ്ഥകളിലാണ് അവനുള്ളത്. മനുഷ്യരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ മനുഷ്യന്റെയൊക്കെ അവസ്ഥ ആലോചിച്ചു. 20-30 കൊല്ലം മുമ്പ് കേട്ട ഖുത്ബകളൊക്കെ ആളുകൾ ഇപ്പൊ പറഞ്ഞിരും. അന്ന് ആ ഷെയ്ഖ് മൗലവിന്റെ ഖുത്ബണ്ടല്ലോ, അന്നത്തെ ആ ഷെയ്ഖ് മൗലവിന്റെ ഖുത്ബണ്ടല്ലോ, എ കെ അബ്ദുൽ ലത്തീഫ് മൗലവിന്റെ ഖുത്ബണ്ടല്ലോ, ഇപ്പോഴും ഇങ്ങനെ
ആ വാക്കും ശൈലി കേൾക്കണ പോലെ എൻ്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങുന്ന പോലെ. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തേ പറയുന്നേ? എന്തേ ഇപ്പോ നല്ല ഹുത്തുബേന്, പക്ഷെ എന്തേന് അത് മൂപ്പർക്ക് ഓർമ്മല്ല. കഴിഞ്ഞ തൊട്ടാഴ്ച നടത്തിയ ഹുത്തുബ അയാൾക്ക് ഓർമ്മയില്ല. കേട്ടാ ഉറക്കമൊന്നും വരൂല, അങ്ങനെ മുഷ്മിപ്പിക്കൂല. ഒരു തിരക്കില്ലാത്തൊരു ആവറേജ് ഹുത്തുബ അത് മൂപ്പർക്ക് ആകത്തുക പറയാൻ കിട്ടും. വേറെ എന്തേണ്ടേന്? പിന്നെ അതേ സംഭവം ഇയാൾ മറന്നാണ്ട് പറയാം, ഈ സഹാബിന്റെ കഥ ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതിന് അപ്പോഴേ ഓർമ്മ വരുന്നുള്ളൂ. കാരണം മനുഷ്യരൊക്കെ ഒരുപാട് ഫിക്കറിലാണ്. ആ അവസ്ഥകൾ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ ബന്ധങ്ങളെ പാലിക്കുന്ന കുടുംബ ബന്ധം ചേർത്തൽ വലിയ മഹത്തരമാണെന്ന് റസൂല പഠിപ്പിച്ച ആ കാലത്ത് അത് നമുക്കൊരു വലിയ മഹത്തരമായി തോന്നിയിരുന്നില്ലെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം ആളുകളൊക്കെ പരിപാലിച്ച് പോരുന്നവരാ, കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാ. ഇന്നിപ്പോ പള്ളിയിലൊക്കെ വരുന്ന മനുഷ്യന്മാരോ ചെറിയൊരു പ്രശ്നത്തിന് ജ്യേഷ്ഠനിയൻ തമ്മിൽ തെറ്റിയിട്ട് വർഷങ്ങളായി. അതിന് എന്തേ കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈഗോ ആണ് പ്രശ്നം. ഈഗോ എന്ന് പറഞ്ഞാൽ പറയാം, ഇപ്പോഴത്തെ ഭാഷ സൂപ്പർ ഈഗോ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആരും വിട്ടുവീഴ്ചക്ക് തയ്യാറില്ല. ഒന്ന് ഇടപെടണ്ടേ. പിന്നെ ഇടപെടാനും മസ്ലഹത്തിനും ഇടപെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കളവ് പറയാന്ന് പറയലുണ്ടല്ലോ. എന്തിനാണത്? രണ്ട് പ്രശ്നങ്ങളുള്ള രണ്ട് കുടുംബങ്ങൾ, രണ്ട് വ്യക്തികൾ തമ്മിൽ അനൈക്യത്തിൽ നിൽക്കുമ്പോൾ ഐക്യത്തിന്റെ ഭാവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ടാളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് ഈ മനസ്സിലാക്കിയ മാതിരി അല്ല ടോം പറഞ്ഞത്, അത് സംഗതി ഇങ്ങനെയാണ്, അത് എൻ്റെ ധാരണപ്പെശക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഭാഷാപരമായ പ്രശ്നമാണത്, അത് അങ്ങനെയല്ല, അയാളെന്നാ ശൈലി അങ്ങനെയായിപ്പോയി എന്നാണ്, എന്നൊക്കെ ഒരു ഭേദഗതി ചെയ്യാമെന്നാണ്. പക്ഷെ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മസ്ലഹത്ത് സമിതികളുണ്ടോ? ഒന്ന് പറഞ്ഞാൽ രണ്ടിന് കേസാണ്. പിന്നെ രണ്ടാൾക്കും പ്രശ്നമായി ജയിക്കുക എന്നുള്ളതാണല്ലോ പിന്നെ പ്രശ്നം വരുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോ എന്താന്ന് ചോദിച്ചാൽ, വിശ്വാസമുള്ളവന് കേസിന് പോയ വക്കീലിന് സുഖമാണ്. കാരണം തോറ്റാ പറയും അള്ളാന്റെ വിധിയാന്ന് മുസ്ലിം പറയും, ജയിച്ചാ വക്കീലിന്റെ കഴിവാന്നും പറയും. അങ്ങനെയാണ് പോയിക്കോളൂ അതേതായാലും കേസ്. അപ്പൊ പ്രശ്നം എന്താ നിങ്ങൾ ഇത്തരത്തിലൊന്നും നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ഇപ്പോൾ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയിലപ്പ പോകുന്നത്. ഈ പോക്കിൽ എന്താന്ന് വെച്ചാൽ ഇവിടെ ഗോളടിക്കുന്നത് പണവും പ്രതാപമുള്ള ആളുകൾ ഇങ്ങനെ മുമ്പിലെത്താൻ വേണ്ടി. കാരണം നമ്മളൊക്കെ മുതലാളിത്തം സ്വീകരിച്ചിരിക്കുന്നു, സ്വാംശീകരിച്ചിരിക്കുന്നു. ആ സ്വാംശീകരിച്ച സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ലാളിത്യം ഒരു പോരായ്മയായ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ലളിത ജീവിതം ഒരു പോരായ്മയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു സൽക്കാരമൊക്കെ നടത്തുകയാണെങ്കിൽ അവിടെ ഇതിനേക്കാൾ കൂടുതൽ ഐറ്റം മെനു ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മളെ ഭാര്യ എന്ന് പറയും, പിന്നെ എന്തെങ്കിലും ഇതിന് മെനക്കെട്ടീനേ. നടത്തുകയാണെങ്കിൽ നടത്തുമ്പോഴെ നടത്തണം, ഇല്ലെങ്കിൽ നടത്തിയില്ല എന്നല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നാ ചോദിക്കുക. അപ്പൊ ആ ഒരു മുതലാളിത്ത കൺസെപ്റ്റ് നമ്മയൊക്കെ ബാധിച്ചു പോയി. ആ ബാധിച്ച് പോയടത്തു നിന്ന് പുതിയ ഒരു ജീവിത സംസ്കാരത്തിലേക്ക് അല്ല, പണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ജീവിത സരണിയിലേക്ക് നടന്നെടുക്കാൻ നമ്മൾ ഈ റമദാനിന്റെ ഈ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആരെയും കുടുംബത്തെയോ ബന്ധുക്കളെയോ അകറ്റിയിട്ടുണ്ടോ? ഞാൻ കാരണമായി പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? ഇനിയല്ല, അവൻ്റേതാണ് പ്രശ്നമെന്ന് നമുക്ക് 100% ബോധ്യമുണ്ട്. എന്നാലും വിട്ടുവീഴ്ചക്ക് നാം പോവുക. ആവട്ടെ, അവനാ ചെയ്ത്, എന്നാലും ഞാൻ നന്നാവാൻ സന്നദ്ധനാണ്. ആലോചിച്ച് നോക്കൂ, അത്തരം ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിൻ്റെ, അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മുടെ സരണി, നമ്മുടെ വഴി ഖുർആൻ പറഞ്ഞ വഴിയിൽ തന്നെയാണോ നമ്മുടെ വഴി എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഖുർആന്റെ വഴിയിലൂടെ തന്നെയാണോ നമ്മൾ നടക്കുന്നത്? അതല്ല, ഖുർആൻ പറഞ്ഞ വഴിയിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. ഖുർആൻ പറഞ്ഞ വഴികളിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ അത് ജീവിത വ്യവഹാരത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് ഒതുക്കി തീർക്കാൻ അപ്പോൾ നമ്മുടെ കച്ചവട രംഗത്ത്, കുടുംബ രംഗത്ത്, ഇടപാടുകളിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെ ഖുർആൻ വരച്ച് കാണിക്കുന്ന വെളിച്ചത്തിലാണ് എങ്കിൽ തീർച്ചയായും അതിരുവണ്ടുന്ന സമയമുണ്ടാകും. ആ സമയത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇന്ന് ഞാനത് പറഞ്ഞല്ലോ, അത് ഒരുപാട് മേഖലകളെക്കുറിച്ച് നമ്മൾ വിശാലമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സഹാബത്ത് ഈ രംഗത്ത് കാഴ്ചവെച്ച ബന്ധങ്ങളുടെ മഹനീയത, ഈജിപ്തിൻ്റെ തലസ്ഥാനത്ത് പണ്ട് പറയുന്ന പേര് ഫുസ്താത്ത് എന്നാണ്. ഫുസ്താത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടെന്റ് എന്നാണ്. അംബ്രുബ്ലാസ് ഈജിപ്തിലേക്ക് പടയെടുത്തിട്ട് ഈജിപ്ത് ഇസ്ലാമികമായ ഭരണക്രമം സ്ഥാപിച്ച് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പടയെടുക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ഒരു സാധാ പട്ടാളക്കാരൻ അംബ്രുബ്ലാസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എൻ്റെ ടെന്റിന്റെ മുകളിൽ ഒരു കുരുവി കൂട് കെട്ടിയിട്ടുണ്ട്. പട്ടാളക്കാരൻ താൽക്കാലികമായി താമസിക്കാൻ കെട്ടിയ ടെന്റിന്റെ മുകളിൽ ഒരു കുരുവി കൂട് കെട്ടിയിട്ടുണ്ട്. ആ കൂട് പൊളിഞ്ഞു പോകും, ആ ടെന്റ് പൊളിച്ചിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയാൽ
പട്ടാളക്കാരൻ എന്നുള്ളക്ക് കൽപ്പന അനുസരിച്ചേ പറ്റൂ. ടെന്റ് പൊളിച്ചടുത്ത സ്ഥലത്തേക്ക് നീങ്ങണം. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം എന്ന് അംബ്രബാസിനോട് ചോദിക്കുമ്പോൾ ആ കുരുവിക്ക് വേണ്ടി ആ ടെന്റ് അവിടെ നിർത്തി കൊടുത്തതാ. അതുകൊണ്ട് ആ ഈജിപ്തിന്റെ തലസ്ഥാനത്തിന് ഫുസ്താത്ത് ടെന്റ് എന്ന് പേര് വന്നത്. ഞാൻ സൂചിപ്പിച്ചത് ജീവികളോട് വരെ ഓരോന്നിനോടുമുള്ള ബാധ്യതാ നിർവഹണത്തിൽ ഉത്തരവാദിത്തം നിർവഹിച്ചപ്പോഴുണ്ടായ വിശാലമായ മനസ്സാ. ഒട്ടകത്തിന്റെ അടുത്ത് എന്നിട്ട് സഹാബി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒട്ടകമേ നിന്നെ കൊണ്ട് കഴിയാത്ത ഭാരം ഞാൻ വഹിപ്പിച്ചിട്ടുണ്ടോ എന്ന്. അള്ളാഹുവിന്റെ കോടതി നീ എനിക്കെതിരെ പറയരുത്, നിനക്കെതിരെ ഞാൻ ഭാരം വഹിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളോട് ഓരോരുത്തരോടും ബാധ്യത എന്നുള്ള നിലക്ക് ഈ ഔപചാരികമായ ഒഫീഷ്യലി വിളിയല്ലാതെ, കാരണം ഞാൻ പറയാൻ കാരണം എന്താ, നിങ്ങൾ ഒരു മകൻ പരാതിപ്പെട്ടൊരു സംഗതി തരും, എൻ്റെ മകൻ എൻ്റെ ഉപ്പ എന്നെ ഒരിക്കലും മോനെ എന്ന് വിളിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ ചോദിക്കൂ, അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഈ എക്സിക്യൂട്ടീവ് ബിസി ആയതുകൊണ്ടാണ്. ഒരു വലിയൊരു ബിസിനസ് എക്സിക്യൂട്ടീവാ, മകന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലാളനയേറ്റ് മകന്റെ ആ സ്പർശത്തോട് മോനെ എന്നൊരു വിളിയുണ്ടല്ലോ, ആ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നൊമ്പരമുണ്ട്. ആ നൊമ്പരമാണ് പ്രശ്നം. അപ്പൊ ദാഹത്തിന് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറഞ്ഞല്ലോ. ആ അഖിലസാര മൊഴിയിലെ സ്നേഹം അത് ഹൃദയത്തിലൂടെ പകർന്നു കൊടുക്കുമ്പോഴേ സ്നേഹം കിട്ടൂ. രക്തധമനികളുടെ ധർമ്മം, ഹൃദയത്തിന്റെ ധർമ്മം, രക്തം കൊടുക്കുമ്പോഴേ പുതിയ രക്തത്തിലേക്ക് വരൂ. രക്തം അങ്ങനെ വരുന്നത് ശരീരത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന പോലെ സ്നേഹം കൊടുക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം കിട്ടുന്നത്. അപ്പൊ ആ സ്നേഹം കൊടുക്കുന്നത് അത് കുടുംബങ്ങളിലും ബന്ധുജനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗത്തും എല്ലായിടത്തേക്കും അത് വ്യാപിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ വ്യാപിപ്പിക്കുവാൻ കഴിയുമ്പോൾ അതൊരു സുന്ദരമായി വടവൃക്ഷമായി മാറും. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുടുംബ ബന്ധം ചേർത്തിയവന് ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാ കുടുംബബന്ധം ചേർത്തിയവന് ആയുസ് നീട്ടിക്കിട്ടല്? റബ്ബ് ഓരോ മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ആയുസ്സും അജലും റിസ്ക്കും ഒക്കെ റബ്ബിന്റെ തീരുമാനമാണല്ലോ. ആ തീരുമാനം മാറ്റം വരുത്താനുള്ള വഴിയായി റസൂലുള്ള പഠിപ്പിച്ച ദുആ ആണ്, പ്രാർത്ഥനയാണ്. എന്റെ മരണം, എന്റെ രോഗം, എന്റെ ജീവിത അവസ്ഥകളൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനം മാറ്റിയെടുക്കാനുള്ള ഏക വഴി എന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അപേക്ഷയാണ്. അതിസമ്മർദ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലമായി റബ്ബിന്റെ തഖ്ദീർ മാറ്റം വരുത്താം. പക്ഷെ കുടുംബ ബന്ധം ചേർത്തുന്നവന്റെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞത് പദപരമായല്ലേ ഞാൻ സൂചിപ്പിക്കുന്നത്. ആശയതലം എന്താ? നമ്മൾ പറയല്ലോ, അയാളൊക്കെ ഉള്ളന്ന് വരവും പോക്കൊക്കെ ഉണ്ടേനി, ഇപ്പൊ മക്കളൊന്നും വരവും പോക്കില്ല, ഇപ്പൊ കണ്ടാൽ തന്നെ അറിയോന്ന് അറിയില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതുതന്നെയാ, അയാൾ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായപ്പോൾ അയാൾ ഇടപാടുകൾ നടത്തുകയും വരവും പോക്കുണ്ടായപ്പോൾ ആളുകൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, അയാളിങ്ങനെ വരലുണ്ട് പോക്കുണ്ട് എന്നൊക്കെ. ഇതിപ്പോ ആളുകൾക്കില്ല. അപ്പൊ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത്, കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് ശുപാർശ ചെയ്ത ഒന്നാ. മഹ്ശറയിൽ പരലോകത്തേക്ക് പോകുന്ന പോക്കിൽ കുടുംബ ബന്ധം നമുക്ക് ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ആ കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഈ തിരക്കിനിടയിലും ഈ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിലും നമ്മുടെ മാത്സര്യങ്ങൾക്കിടയിലും അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. എങ്കിൽ ആ ജീവിതം ആനന്ദകരമാണ്. ആ ആനന്ദകരമായ ജീവിതമാണ് ശരിക്ക് ഇമ്പമുണ്ടാക്കുന്നത്. അതില്ലെങ്കിൽ ഇപ്പോ നമ്മൾ പറയലെന്താ, ഇപ്പോ നമ്മൾ പറയൽ ഇത്ര കാലമായിട്ട് ഭാര്യക്ക് ഇന്നും മനസ്സിലായില്ല, ഭർത്താവ് പറയും ഭാര്യക്ക് ഇന്ന മനസ്സിലായില്ല, ഭാര്യ പറയും ഭർത്താവിന് ഇന്ന മനസ്സിലായില്ല. 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഓൾക്ക് തമ്മിൽ മനസ്സിലായില്ല, എന്നാ അത് മനസ്സിലാവലുകൾ ആലോചിച്ച് നോക്കി. ഇത് മനസ്സിലാവാത്ത എന്താ ജാടകളാണ് നയിക്കുന്നത്. കേവലം മനുഷ്യനെ നയിക്കുന്നത് ജാടകളും അഭിനയങ്ങളും. ലോകത്ത് അഭിനയമുള്ള ജീവി മനുഷ്യൻ മാത്രമാണ്. പ്രച്ഛന്നവേഷം കലയാണ് നമ്മുടെ നാട്ടിൽ. മൃഗങ്ങൾ ആരും അഭിനയിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അഭിനയങ്ങളില്ലാത്ത സ്വസ്ഥമായ തിരിച്ചറിവിന്റെ ഒരു ജീവിതത്തിലേക്ക് ഇന്ന് പലപ്പോഴും തെറ്റ് ചെയ്യുന്നത്, പലപ്പോഴും നമ്മൾ അധാർമിക പ്രവണതയിലേക്ക് പോകുന്ന കുടുംബത്തിനും കുട്ടികൾക്ക് വേണ്ടിയാണ്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ സൂറത്ത് മആരിജിൽ. ബിബനീഹി വസാഹിബതിഹി വഅഖീഹി എന്ന് പദപ്രയോഗം ഉണ്ടല്ലോ. ഈ കുടുംബത്തെയും ഈ മക്കളെയും സഹോദരനെയും വഫസീലത്തിഹില്ലത്തി തുവി, അവൻ അഭയം നൽകിയ കുടുംബങ്ങളെയും വമൻഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, അവന്റെ മുഴുവൻ ഭൂമിയിൽ സമ്പാദിച്ച എല്ലാറ്റിനെയും ഫിദിയ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ദിവസം വരാനുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടി അധാർമിക ജീവിതം നയിച്ചുകൊണ്ട്
മൂല്യവത്തായ ജീവിതം നഷ്ടപ്പെടുമ്പോൾ എന്നേക്കുമായുള്ള നഷ്ടം നമുക്ക് വരാൻ പോകുന്നു എന്നുള്ള ദുരന്തത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഈ റമദാന്റെ മഹത്തായ ദിനരാത്രങ്ങളിൽ ഒരു ഉൾക്കാമ്പോടുകൂടിയുള്ള ഉൾച്ചിന്തയുണ്ടായി തിരിഞ്ഞു നോക്കുക. അഴുക്കാർന്ന ജീവിതത്തിൽ നിന്ന് അഴകുള്ള ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നടക്കുക. എങ്കിൽ തീർച്ചയായും വരുംകാല ജീവിതം വെളിച്ചമുണ്ടാകും. ആ വെളിച്ചത്തിന് ശോഭയുണ്ടാകും. ഇസ്ലാമിന്റെ പ്രഭ ആളുകൾക്ക് കാണാൻ കഴിയും. ആ പ്രഭയിലൂടെ ജീവിച്ച് മരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ശാന്തിയും സമാധാനവും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.